ഞാൻ ഈ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പേ എനിക്ക് രണ്ട് കാര്യങ്ങൾ ഇഷ്ടമല്ല. ഒന്ന്, നോട്ട് എഴുതണം എനിക്ക് ഇഷ്ടമല്ല, ചോദ്യം ചോദിക്കണം ഇഷ്ടമേ അല്ല. അന്ന് ഞാൻ എന്നെ പഠിപ്പിച്ച ടീച്ചേഴ്സിനോട് ചെയ്ത പ്രതികാരമാണ്, എന്നെങ്കിലും ഒരു അവസരത്തിൽ എനിക്ക് പഠിപ്പിക്കാൻ ഒരു അവസരം കിട്ടിയ ഞാൻ ചോദ്യവും ചോദിക്കൂല, നോട്ട് എഴുതിക്കുകയും. ഇനി ഇതുപോലെ എനിക്കൊരു അവസരം കിട്ടാൻ സാധ്യതയില്ല. കാരണം എന്നെ ഒരു സ്ഥലത്ത് ഒരു പ്രാവശ്യം വിളിക്കുള്ളൂ. ഞാൻ ഇതുവരെ ആത്മാവിനെ കണ്ടിട്ടില്ല. ഒന്ന് എഴുന്നേറ്റ്. പ്രിയമുള്ളവരെ, കത്തോലിക്ക സഭയിൽ വലിയൊരു അത്ഭുതം നടന്നിരിക്കുന്നു. ഇതാ നമുക്ക് ആത്മാവിനെ കാണാൻ ഒരു അവസരം കിട്ടിയിരിക്കുകയാണ്. പുറത്ത് പഠിപ്പിക്കാൻ പോയാൽ പണം കിട്ടും. ഇവിടെ പഠിപ്പിക്കാൻ വന്നാൽ വികാരിച്ചൻ്റെ ഇരുന്ന് അത്യാവശ്യത്തിന് തെറിയിട്ടും മതാധ്യാപകരുടെ ഭാഗത്തുനിന്ന് കുറച്ച് തെറി ഉണ്ടാവും. ഇതൊക്കെ കഴിഞ്ഞ് വീട്ടിൽ ചെല്ലുമ്പോൾ വീട്ടിൽ നിന്ന് കിട്ടും. ആത്മാർത്ഥമുള്ളവർക്കാണല്ലോ ഈ പണി കിട്ടണം. അതുകൊണ്ട് ആത്മാർത്ഥത നിങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് സംഭവിക്കും? ഒരച്ഛൻ ഒരു പള്ളി പണിതുകൊണ്ടിരിക്കുമ്പോൾ ഒരു പയ്യൻ അവന് പറ്റാവുന്ന ഒരു കപ്പിൽ വെള്ളം കൊണ്ടുവരികയാണ്, സിമെന്റ് നനക്കാനാണ്. അപ്പൊ അച്ഛൻ ചോദിച്ചോടാ നീ എന്ത് ചെയ്യാ? ഞാൻ ഈ പള്ളി പണിതുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഫീൽ ചെയ്യണം. ഡെഡിക്കേഷൻ എല്ലാവർക്കും വരില്ല. വിവരമുള്ളവർക്ക് ചിലപ്പോൾ ഡെഡിക്കേഷൻ വന്നൊന്നുമില്ല. ചോദ്യത്താൻ 2-3 പേരുടെ കുട്ടികളുടെ വ്യത്യാസമുള്ളൂ. ഇവ വാഴ വെട്ടിയിട്ട് പോലെ അത് കിടക്കണം നിലത്ത്. ഞാൻ ദൈവമേ ഒടുക്കത്തെ അഭിനയമുള്ളവെന്ന് പറഞ്ഞു ആ സാധനത്തിന് കൊണ്ടുപോയി സ്റ്റാഫ് റൂമിലിട്ടായിരുന്നു. ക്ലാസ്സിൽ വെച്ച് മനസ്സിനെ എന്തുമാത്രം വേദനിപ്പിക്കുന്ന വാക്കുകൾ ഉപയോഗിച്ചാലും ആ ക്ലാസ് റൂമിൽ നിന്ന് പോകുന്നതിന് മുമ്പ് ടീച്ചർ അവനെ തോളത്ത് തട്ടി ആ മുറിവ് വളരെ സിമ്പിളായിട്ട് ഞാൻ സുഖപ്പെടുത്തി അവനെ വീട്ടിലേക്ക് പറഞ്ഞു വിടുമെന്നൊരു ഉറപ്പ് നിങ്ങൾക്കുണ്ടെങ്കിൽ, അതായത് ഞാൻ ഈ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പേ എനിക്ക് 2 കാര്യങ്ങൾ ഇഷ്ടമല്ല. ഒന്ന്, നോട്ട് എഴുതണം എനിക്ക് ഇഷ്ടമല്ല, ചോദ്യം ചോദിക്കണം ഇഷ്ടമേ അല്ല. അതുകൊണ്ട് ഈ 2 കാര്യങ്ങളും എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല. അപ്പം അന്ന് ഞാൻ തീരുമാനിച്ചേക്കാനാണ്, അന്ന് ഞാൻ പ്രതികാരം ചെയ്തതാണ്. അന്ന് ഞാൻ എന്നെ പഠിപ്പിച്ച ടീച്ചേഴ്സിനോട് ചെയ്ത പ്രതികാരമാണ്, എന്നെങ്കിലും ഒരു അവസരത്തിൽ എനിക്ക് പഠിപ്പിക്കാൻ ഒരു അവസരം കിട്ടിയ ഞാൻ ചോദ്യവും ചോദിക്കൂല, നോട്ട് എഴുതിക്കുകയുമില്ല. ടീച്ചർമാരെ നിങ്ങളൊന്ന് ആലോചിക്കണം. നമ്മൾ കാശ് അങ്ങോട്ട് കൊടുത്ത് പഠിക്കണേ അല്ലേ സ്കൂളിൽ? അവർ കാശ് അവിടെ നിന്ന് മേടിച്ചു, ശരിക്കും അവരല്ലേ നോട്ട് എഴുതി തരേണ്ടത്? അല്ല, എൻ്റെ ഒരു ചിന്ത അങ്ങനെയാണ്. അത് അന്നേരത്ത് പറയാൻ പറ്റൂല. കാരണം എന്താണ്? തോറ്റുപോകും, പരീക്ഷയ്ക്ക് തോറ്റുപോകും. അതുകൊണ്ട് ഞാനിപ്പോൾ അതിനുശേഷം ഞാൻ എവിടെ ക്ലാസ്സിന് പോയാലും നമ്മുടെ ഒരു ടെക്നോളജി അതാണ്. പിന്നെ ഞാൻ നേരത്തെ തന്നെ ചോദിച്ചു, നിങ്ങൾ ഇവിടെ വന്നിരിക്കണത് സന്തോഷത്തോടു കൂടിയാണെന്ന് ചോദിച്ചാൽ പറയും അത് ശരിക്കും സന്തോഷമില്ലെന്ന് എനിക്കറിയാം. ഞാനിവിടെ വന്നേക്കണ നമുക്ക് സന്തോഷത്തോടെയാണ്, ഒരു കാര്യമില്ല. ഞാനല്ലെങ്കിൽ ഏതെങ്കിലും ഗതികെട്ടവന് ഇവിടെ വന്ന് നിൽക്കണം. എന്നെ കിട്ടിയില്ലെങ്കിൽ അച്ഛൻ ആരെയും കൊണ്ടുവരും. ഞാൻ വരാതിരുന്നുകൊണ്ട് 1.5 മണിക്കൂർ നിങ്ങൾക്ക് ലാഭം കിട്ടൂല, ഇല്ല. അച്ഛനെ എങ്ങനെയായാലും ഒരാളെ വിളിക്കും, എന്നാൽ പിന്നെ ഞാൻ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ ഞാനിവിടെ വന്ന് നിൽക്കുമ്പോൾ ഇന്ന് ഞായറാഴ്ചയാണ്, എൻ്റെ പള്ളിയിൽ വളരെ തിരക്കുള്ള ദിവസമാണ്. പിന്നെ ഇന്ന് എൻ്റെ പള്ളിയിൽ വളരെ സന്തോഷമുള്ളൊരു സംഭവം നടക്കുകയാണ്. എനിക്ക് ട്രാൻസ്ഫറാണ്. അല്ല, നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലേ? ഭയങ്കര സന്തോഷമായിരിക്കുള്ളൂ. ഒരാൾ ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക്, മറ്റേ വിമലവനത്തിലൊക്കെ കൊണ്ടുപോയി പൂച്ചനെ കളയൂലേ, അതേപോലെ കാറിന് കൊണ്ടുപോയി പിന്നിലും ബാക്കിലും ഒക്കെ ആൾക്കാരായിരിക്കും. ഇടയ്ക്കിറങ്ങി പോകരുത്, ഈ സാധനം തിരിച്ചു വരരുതല്ല. അതുകൊണ്ട് ഇത് അവിടെ കൊണ്ടുപോയി ഇറക്കി അവിടെ നിന്ന് ചായയും കുടിച്ച് അവിടെ നിന്ന് ഏൽപ്പിച്ച് കെട്ടിയെന്ന് വിളിച്ചിട്ടാണ് അവിടെ നമ്മൾ ഇങ്ങോട്ട് പോരുള്ളൂ. അത് നമ്മുടെയൊക്കെ ഈ ട്രാൻസ്ഫറിൻ്റെ സമയത്ത് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ഇന്ന് അങ്ങനെയുള്ള വലിയ സന്തോഷകരമായ കാര്യം നടക്കുന്നതാണ്. അതുകൊണ്ട് ഞാനൊരു കാര്യം പറഞ്ഞു, എല്ലാ ദിവസവും 3 കുർബാനയാണേ പള്ളിയിൽ. ഇതിന് ആൾക്കാർ കഷ്ടപ്പാടാണെന്ന് അറിയാലോ. അപ്പോൾ ഞാൻ പറഞ്ഞു, പ്രിയമുള്ളവരെ, ഒരു സന്തോഷ വാർത്തയുണ്ട്. എൻ്റെ സെൻഡ് ഓഫ് പ്രമാണിച്ച് രാവിലെ കുർബാന ഉണ്ടായിരിക്കുന്നതല്ല, എല്ലാവർക്കും കിടന്നുറങ്ങാം. അതെൻ്റെ സെൻഡ് ഓഫ് പ്രമാണിച്ചില്ല, എനിക്ക് നിങ്ങളുടെ ക്ലാസ് എടുക്കാൻ വരണ്ടേ, എന്തെങ്കിലും ഒരു ടെക്നോളജി പറയണ്ടേ. അതുകൊണ്ട് ഞാൻ രാവിലെ അവിടെ കുർബാന വെച്ചില്ല, വൈകുന്നേരമാണ്. അപ്പോൾ എൻ്റെ കപ്പ്യാരോടും പറഞ്ഞ്, ചേട്ടാ കിടന്നുറങ്ങിക്കോ, കപ്പ്യാരേട്ടനൊക്കെ വല്ലപ്പോഴും ഉറങ്ങാനുള്ള അവസരം കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു സന്തോഷകരമായ കാര്യം അവിടെ നടക്കുന്നു. പിന്നെയെന്ന് വെച്ചാൽ ലിജേഷ് അച്ഛൻ എന്നെ വിളിച്ചപ്പോൾ ഞാൻ പറയുന്നത്, പ്രിയമുള്ളവരെ, ഇനി ഇതുപോലെ എനിക്കൊരു അവസരം കിട്ടാൻ സാധ്യതയില്ല. കാരണം എന്നെ ഒരു സ്ഥലത്ത് ഒരു പ്രാവശ്യം വിളിക്കുള്ളൂ. ഞാൻ പറയണത് കൃത്യമായിട്ട് എല്ലാവർക്കും മനസ്സിലായതുകൊണ്ട് പിന്നെ വിളിക്കാത്തതാണെന്നാണ് ഞാൻ ചിന്തിക്കണത്. പക്ഷെ അങ്ങനെയല്ല ശരി. പിന്നെ രണ്ടാമത്തേന്ന് വെച്ചാൽ ഞാൻ നോട്ട് എഴുതണ്ടെന്ന് പറഞ്ഞ് വേറെ ഒന്നുമല്ല, ഇതേ PDF എൻ്റെ അടുത്തുണ്ട്. ആവശ്യമുണ്ടെങ്കിൽ അച്ഛനോട് ചോദിച്ചാൽ മതി, അതിൻ്റെ PDF ഞാൻ അയച്ചു തരും. ഒരു സ്ഥലത്തും ഈ PDF ചോദിച്ചിട്ടില്ല എന്നുള്ള, എൻ്റെ ജീവിതത്തിൽ ഒരു സ്ഥലത്തും ചോദിച്ചിട്ടില്ല. പിന്നെ അച്ഛനല്ലേ ക്ലാസ് എടുക്കാൻ തന്നെയല്ലേ, എഴുതിയില്ലെങ്കിൽ എന്ത് വിചാരിക്കും, ഞാനൊരു സിസ്റ്ററായി പോയില്ലേ മുമ്പ്.
ഇത് എഴുതിയിട്ട് എവിടെ കൊണ്ടുപോയി വെക്കും? അവിടെ പിന്നെ കാണണത് ഈ പുസ്തകം കിടക്കണമെന്ന് പറയും. അത് നമ്മളുടെ ഒരു ശീലമാണല്ലേ. ഇതുപോലെ എഴുതിയേക്കണ എന്തോരം പുസ്തകങ്ങൾ കയ്യിലുണ്ടാവും. പിന്നെ കണ്ടിട്ടുണ്ട്, അത് തുറന്നു നോക്കിയിട്ടില്ല. ചില പേനയൊന്നും തെളിയണുണ്ടാവില്ല. ഇങ്ങനെയുള്ള മീറ്റിങ്ങിന് വന്നിട്ടുണ്ടെങ്കിൽ തരണ പേന തെളിയുമില്ല. അങ്ങനെ ഒരു പ്രത്യേകത കൂടി ഉണ്ടല്ല. ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ആരാണ് നിങ്ങൾ? ആരാണ്? കണ്ടേ, ഞാൻ അച്ഛത്തിരുന്ന് മുമ്പ് പറഞ്ഞല്ലേ ചോദിക്കില്ലെന്ന്. ഇമാതിരി മെനക്കെട്ട സ്വഭാവമാണ് അച്ഛനെന്ന് ചോദിക്കണത് അല്ലേ. ചിലപ്പോൾ ഇങ്ങനെയുള്ള ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന ചോദ്യമല്ലേ, നിങ്ങൾ ആരാണ്? എന്തുത്തരം പറയും നിങ്ങൾ? പേര് പറയും. ഞാൻ പേരിലല്ലേ ചോദിച്ചത്. നിങ്ങൾ ആരാണെന്നല്ലേ ചോദിച്ചു. മനുഷ്യൻ, ഇതൊക്കെ മനുഷ്യരാ? ഞാൻ ഇതുവരെ ആത്മാവിനെ കണ്ടിട്ടില്ല. ഒന്ന് എഴുന്നേറ്റ്. പ്രിയമുള്ളവരെ, കത്തോലിക്ക സഭയിൽ വലിയൊരു അത്ഭുതം നടന്നിരിക്കുന്നു. ഇതാ നമുക്ക് ആത്മാവിനെ കാണാൻ ഒരു അവസരം കിട്ടിയിരിക്കുകയാണ്. നമുക്ക് ബഹുമാനിക്കാം, നമുക്ക് ആദരിക്കാം. എല്ലാവരും ഒന്ന് കൈയടിച്ച് ആത്മാവിന് വേണ്ടിയിട്ട് ഒരു സന്തോഷം. പ്രിയമുള്ളവരെ, ഈ ഒരു ചോദ്യം നിങ്ങളുടെ അടുത്ത് ചോദിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഒരു 10-20 ഉത്തരം നിങ്ങൾക്ക് തരാൻ പറ്റും. ഇവിടെ പറഞ്ഞതൊക്കെ ആത്മാവാണ്, ശരീരമാണ്, പേര് പറയും, ഭർത്താവിൻ്റെ പേര് പറയും, മകൻ്റെ പേര് പറയും, ഇന്നയാളുടെ മകനാണ്, ഇന്നയാളുടെ അമ്മയാണ്. അങ്ങനെ ഒരുപാട് ഉത്തരങ്ങൾ നിങ്ങൾക്കുണ്ടാവും. പക്ഷേ ഇന്ന് നിങ്ങളോട് ഞാൻ ഈ ചോദ്യം ചോദിക്കുമ്പോൾ നിങ്ങൾക്കൊരു ഒറ്റ ഉത്തരമേ ഉള്ളൂ. എന്താണ്? വിശ്വാസ പരിശീലകരാണ്. വിശ്വാസം ഉണ്ടോ നിങ്ങൾക്ക്? അച്ചി ഇങ്ങനെ ചോദ്യമൊക്കെ ചോദിക്കാം അല്ലേ? അത് ബേസിക്കാണല്ലേ. പ്രിയമുള്ളവരെ, ഇടയ്ക്ക് നിങ്ങളോട് തന്നെ ചോദിക്കണം, എനിക്ക് വിശ്വാസം ഉണ്ടാ? ഞാൻ മരിച്ചു പോകുമ്പോൾ സ്വർഗത്തിൽ പോകുമോ? മരണത്തിന് ശേഷം വേറൊരു ജീവനുണ്ടോ? ഈ ചോദ്യങ്ങളൊക്കെ പഠിപ്പിക്കാനല്ല, ഇടയ്ക്ക് വെറുതെ ഇരിക്കുമ്പോൾ തിരുഹൃദയത്തിൻ്റെ സന്നദ്ധിയിലോ അല്ലെങ്കിൽ പരിശുദ്ധ ദൈവാലയത്തിൻ്റെ മുമ്പിലോ നിന്നിട്ട് ഒന്ന് ആലോചിക്കണം. ഇങ്ങനെയുള്ള വ്യക്തിപരമായ ചിന്തകൾ എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നല്ലതാണെന്നുള്ളതാണ്. വിശ്വാസ പരിശീലകനായതുകൊണ്ട് എന്തെങ്കിലും മെച്ചമുണ്ടാകും. മറ്റേ പഴംപൊരി ചായയും കിട്ടൂലേ ഇടവകയിൽ? ചായ ഉണ്ടാവില്ലേ? അതെങ്കിലും കിട്ടണല്ലേ, ഞാൻ അതും കൂടിയും കൊടുക്കാറുള്ളൂ. പ്രിയമുള്ളവരെ, എന്താണ് ഞാൻ വളരെ ഗൗരവത്തിൽ തന്നെ ചോദിക്കണം. കാറ്റക്കിസം പഠിപ്പിക്കാൻ വന്നതുകൊണ്ട്, വിശ്വാസ പരിശീലന മേഖലയിൽ പ്രവർത്തിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഉള്ള പ്രോഫിറ്റ്, ആ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എടുക്കുമ്പോൾ പ്രോഫിറ്റാണോ ലോസാണോ? പുറത്ത് പഠിപ്പിക്കാൻ പോയാൽ എന്ത് കിട്ടും? പണം കിട്ടും. ഇവിടെ പഠിപ്പിക്കാൻ വന്നാൽ എന്ത് കിട്ടും? വികാരിച്ചൻ്റെ ഇരുന്ന് അത്യാവശ്യത്തിന് തെറി കിട്ടും, മതാധ്യാപകരുടെ ഭാഗത്തുനിന്ന് കുറച്ച് തെറി ഉണ്ടാവും. ഇതൊക്കെ കഴിഞ്ഞ് വീട്ടിൽ ചെല്ലുമ്പോൾ വീട്ടിൽ നിന്ന് കിട്ടും. ഇമാതിരി സാധനങ്ങളൊക്കെ കിട്ടിക്കഴിയുമ്പോഴും പിന്നെയും ഒരു ബാലൻസ് കിടപ്പുണ്ടാവും. അത് പുറത്തുനിന്ന് പണം കിട്ടുമ്പോൾ ഇവിടെ നിന്ന് കിട്ടുന്നതാണ് പുണ്യം. ആ പുണ്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ലോസ് അല്ലെങ്കിൽ ഭൗതികമായ നഷ്ടം സ്വീകരിച്ചുകൊണ്ട് നിങ്ങൾ ഇവിടെ ആയിരിക്കുന്നതെന്നുള്ളത്. അപ്പോൾ അതെപ്പോഴും നിങ്ങളുടെ മനസ്സിലുണ്ടാകണം. ഞാൻ ഈ മേഖലയിൽ പ്രവർത്തിക്കാൻ വരുമ്പോൾ എനിക്ക് ഒരുപാട് നഷ്ടമുണ്ട്. ആ നഷ്ടത്തിനപ്പുറം ഒരു നേട്ടമുണ്ട്. അത് പുണ്യമാണെന്ന് പറയാം. അതെൻ്റെ പുണ്യമാണെന്ന് പറയാം. അത് എവിടെ നിന്ന് കിട്ടുമെന്ന് ചോദിച്ചാൽ, അത് കിട്ടുന്നത് ചില സമയത്ത് നിങ്ങളിങ്ങനെ റോട്ടി കൂടിയൊക്കെ പോകുമ്പോൾ ഒരാൾ നമ്മുടെ അടുത്ത് ഓടി വന്നിട്ട് പറയും, ടീച്ചറെ എന്നെ കാറ്റഗിസം പഠിപ്പിച്ചാണ്. ആ സമയത്ത് കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, വേറെ ഒന്നുമല്ല. ദാറ്റ്സ് ദ റിയൽ വെർച്യൂ. അത് നിങ്ങൾ എവിടെന്തെങ്കിലുമൊക്കെ ഇടയ്ക്കിടയ്ക്ക് കിട്ടുമ്പോൾ അതൊരു വർഷത്തേക്കുള്ളൊരു എനർജിയാണ്. വികാരിച്ചൻ്റെ അടുത്ത് നിന്ന് കിട്ടുന്ന തെറിയും HMൻ്റെ അടുത്ത് നിന്ന് കിട്ടുന്ന ഇതൊക്കെ ഭാഗമാണ്, ജീവിതത്തിൻ്റെ ഭാഗമാണ്. ചില സമയത്ത് ഇത് ഇട്ടെറിഞ്ഞിട്ട് പോകാൻ തോന്നില്ലേ? അങ്ങനെ തോന്നാത്തവരോട് ഉണ്ടെങ്കിൽ അവർ മര്യാദ പഠിപ്പിക്കാഞ്ഞിട്ടാണ്. ആത്മാർത്ഥതയുള്ളവർക്കാണല്ലോ ഈ പണി കിട്ടണം. അതുകൊണ്ട് ആത്മാർത്ഥത നിങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് സംഭവിക്കും? സങ്കടം ഉണ്ടാവും. ചില സമയത്ത് ഇത് ഇട്ടെറിഞ്ഞിട്ട് പോകാൻ തോന്നും. പിന്നെയുള്ള 2 ചോദ്യം നിങ്ങളുടെ മനസ്സിലേക്ക് നൽകുകയാണ്. നിങ്ങൾ എടുത്തിരിക്കുന്ന സാധനം നിങ്ങളുടെ പ്രൊഫഷനാണോ അതോ ഈസിറ്റിയോ പൊസിഷൻ? എന്താണ് ഇത്? നിങ്ങൾക്ക് ഒരു ജോലിയാണോ അല്ലെങ്കിൽ അതൊരു പദവിയാണ്? പൊസിഷനാണ് എങ്കിൽ ഇത് നിങ്ങൾക്കൊരു ക്രൈസാണെന്നാണ്. എനിക്ക് പിള്ളേരുടെ മുമ്പിൽ അല്ലെങ്കിൽ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം മതബോധനം എന്ന് പറയുന്നത് പഠിപ്പിക്കൽ മാത്രമല്ല കേട്ടോ. പഠിപ്പിക്കാത്ത ഒരുപാട് ടീച്ചേഴ്സ് കൂടി ഇരിപ്പുണ്ടാവും. സബ്സ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ രജിസ്റ്റർ എഴുതുന്നവർ, ചിലർ എഴുതാൻ വേണ്ടി മാത്രം വിധിക്കപ്പെട്ടവരായിരിക്കും. ആ കയ്യക്ഷരം നല്ലതായി പോയതുകൊണ്ട് പ്രാഗിയേക്കണ ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ടാവും. സർട്ടിഫിക്കറ്റ് എഴുതാൻ വേണ്ടിയിട്ട് അവരെ മാത്രമേ പറ്റുള്ളൂ. അങ്ങനെ സർട്ടിഫിക്കറ്റ് എഴുതാൻ കുറച്ച് പേര് രജിസ്റ്റർ എഴുതാൻ വേണ്ടി കുറച്ച് പേര് ചായ ഇളപ്പിക്കാൻ വേണ്ടി അല്ലെ, സ്ഥിരം ചായ ഇളപ്പിക്കുന്നവരുണ്ടാവും. എന്നിട്ട് നമ്മൾ പറയുകയും ചെയ്യും, നീ ചായ ഇളപ്പിച്ചാൽ ശരിയാവും ഓൾറെഡി എന്ന് പറയും. അതാണ് ബാക്കിയുള്ളവർക്ക് മടിയാണ്. അങ്ങനെ ആ പ്രോത്സാഹനത്തിൽ അവർ കമ്പം കെട്ടി
വീഴുകയും ചെയ്യും, എന്നിട്ട് ചായ തിളപ്പിക്കാൻ പോവുകയും ചെയ്യും. അവർക്കും അറിയാം, നമുക്കും അറിയാം എന്തിനാണ് അത് പറയുന്നത്. അപ്പോൾ ഇത് എന്താണെങ്കിലും, ചായ തിളപ്പിക്കലാണെങ്കിലും ശരി, മുറ്റോടിക്കലാണെങ്കിലും ശരി, രജിസ്റ്റർ എഴുതണാണെങ്കിലും ശരി, എന്താണെങ്കിലും അത് ചെയ്യുന്നത് ഈ മതബോധനത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണ്. ഉദാഹരണം പറയാം, ഒരച്ഛൻ ഒരു പള്ളി പണിതുകൊണ്ടിരിക്കുമ്പോൾ ഒരു പയ്യൻ അവിടെ നിന്ന് ഇച്ചിരി അവന് പറ്റാവുന്ന ഒരു കപ്പിൽ വെള്ളം കൊണ്ടുവരികയാണ്, സിമെൻ്റ് നനക്കാനാണ്. അപ്പോൾ അച്ഛൻ ചോദിച്ചടാ നീ എന്ത് ചെയ്യുക? അപ്പോൾ അച്ഛനൊരു ഉത്തരം പ്രതീക്ഷിച്ചിരുന്നു, എന്താണ്, ഞാൻ വെള്ളം കോരിക്കൊണ്ടുവരാണെന്ന്. പക്ഷെ അവൻ പറഞ്ഞു ഉത്തരം അങ്ങനെയല്ല, അച്ഛൻ ഞാൻ ഈ പള്ളി പണിതുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഫീൽ ചെയ്യണം. നിങ്ങൾ ചിലപ്പോൾ രജിസ്റ്റർ എഴുതണമായിരിക്കാം, ചിലപ്പോൾ എന്തെങ്കിലും മേടിക്കാൻ പോണവരായിരിക്കാം, അല്ലെങ്കിൽ ചായ തിളപ്പിക്കണമായിരിക്കാം. എന്താണെങ്കിലും എന്താണ് ദൗത്യം? ഞാൻ എൻ്റെ ഇടവകയിലെ വിശ്വാസ മേഖലയിൽ വിശ്വാസം വർദ്ധിപ്പിക്കാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന, വികാരിയച്ഛനോട് ചേർന്ന് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണെന്ന് പറയാനായിട്ട് നമുക്ക് പറ്റും. രണ്ട് കാര്യങ്ങൾ നമ്മൾ ഇതിനോട് ചേർത്ത് വയ്ക്കുകയാണ്. ഒന്ന് രണ്ട് ചോദ്യങ്ങൾ. ഒന്നാമത്തത് പഠിപ്പുണ്ടാന്ന്. ചിലർ പറയല്ലോ, ഓ ഒരു പഠിപ്പില്ലടാ. ചിലർക്ക് 1.5 പഠിപ്പുണ്ടാവും, പക്ഷേ ഒരു ബോധം ഉണ്ടാവും അല്ലേ? നമുക്ക് ഇപ്പം ചില ടീച്ചർമാരെയൊക്കെ മനസ്സിൽ തന്നെയില്ലേ, പറയണ്ട, ഉള്ളിൽ കിടന്നോട്ടെ. അപ്പോൾ അതൊക്കെ നമുക്കറിയാൻ വേണ്ടിയിട്ടാണ്. മറ്റുള്ളവരുടെ മനസ്സിൽ നമ്മുടെ മുഖം തന്നെ ഉണ്ടാവട്ടെ, അത് ആലോചിച്ചിട്ട് വേണം ചിരിക്കാൻ. പ്രിയമുള്ളവരെ, ഇതൊരു ദൗത്യമായിട്ടെടുത്താലും ഇതൊരു ജോലിയായിട്ടെടുത്താലും എഡ്യൂക്കേഷൻ ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് പാർട്ട്. രണ്ടാമതെന്ന് വെച്ചാൽ ഡെഡിക്കേഷനാണ്. ഡെഡിക്കേഷൻ എല്ലാവർക്കും വരില്ല. വിവരമുള്ളവർക്ക് ചിലപ്പോൾ ഡെഡിക്കേഷൻ വന്നൊന്നുമില്ല. ചില ഭാഗത്ത് ഇതൊരു പ്രൊഫഷനായിട്ട് എടുക്കണവന് ഡെഡിക്കേഷൻ ഇല്ല, കാരണം അവനവൻ്റെ ഒരു ജോലി മാത്രം. പക്ഷേ ഇതൊരു പദവിയായിട്ട് അംഗീകരിക്കുന്നവന് അതൊരു തീർച്ചയായിട്ടും അതൊരു ആത്മീയ അഹങ്കാരം എന്ന് ഞാൻ പറയുന്നത്. അതുകൊണ്ട് ഈ ഒരു തലത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ, ഞാൻ ഈ തസ്തികയ്ക്ക് അല്ലെങ്കിൽ ഞാൻ ഈ പദവിക്ക് യോഗ്യതയുള്ള വ്യക്തിയാണ് എന്നുള്ളവർ ഒന്ന് കൈവക്കി പൊക്കില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞേക്കണേയുള്ള പ്രിയമുള്ളവരെ, യോഗ്യത എന്ന് പറയുന്നത് നമ്മളുണ്ടാക്കുന്നതാ. എൻ്റെ അനുഭവത്തിലൂടെയാണോ ഞാൻ അമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറത്തേക്ക് വീണത്? എൻ്റെ അനുഭവത്തിലൂടെയാണോ നമുക്ക് ഈ ഒരു സ്ട്രക്ചർ തമ്പുരാൻ തന്നത്? ചിലപ്പോഴൊക്കെ നമുക്ക് സങ്കടം തോന്നില്ലേ, കണ്ണാടി നോക്കുമ്പോൾ അയ്യോടോ പാവോടോ എന്ന് പറയും അല്ലേ? നിങ്ങൾക്ക് ഇഷ്ടമാണോ? കണ്ണാടിയിൽ നോക്കിയിട്ട് അയ്യോ എന്തിനാ ദൈവമേ ഇതേപോലെ എന്നെ ഇങ്ങനെ സൃഷ്ടിച്ചതിന് എൻ്റെ പൊന്ന് കർത്താവേ നന്ദി പറയാറുണ്ടാ? അതിരാവിലെ എഴുന്നേറ്റ് പറയണം കേട്ടോ. കുളിക്കുകയും കൂടിയും ചെയ്യരുത്, എഴുന്നേറ്റ് കണ്ണാടിയിൽ നോക്കാം, അപ്പം വീഴോടെ അല്ലേ? ചില സമയത്ത് അറിയാതെ ഒരു കണ്ണാടി വെച്ചാൽ അല്ലേ ഒരു ഞെട്ടലുണ്ടാവും. അത് വേറെ ഒന്നുമല്ല. അത് പ്രിയമുള്ളവരെ, കർത്താവ് പറഞ്ഞേക്കുന്ന ഒരു കാര്യമുണ്ട്. കർത്താവ് പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന ഏതാണ്? ദൈവത്തെ സ്നേഹിക്കണം. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട കൽപ്പനയാണ് ആരെപ്പോലെയാണ്? നിന്നെപ്പോലെ, അതായത് എന്നെപ്പോലെ. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ ബൈബിൾ വായിക്കുമ്പോൾ എനിക്കൊരു പ്രത്യേകതയുണ്ട്. ബൈബിൾ വായിക്കുമ്പോൾ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പറഞ്ഞിട്ടുണ്ട്, കർത്താവ് പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട്, ഇതൊക്കെ കുത്തിത്തിരികെ വെച്ചെങ്കിൽ ഈ ലോകത്തെ പുസ്തകങ്ങളൊന്നും തികയാതെ പോകും. അതുകൊണ്ട് അവന് പറയാൻ പറ്റിയ കുറേ കാര്യങ്ങളുണ്ട്, അത് നമ്മൾ കണ്ടുപിടിക്കണം. അതുകൊണ്ട് ഞാനിടയ്ക്ക് ഇങ്ങനെ വെറുതെ ഇരുന്ന് കണ്ടുപിടിച്ചുകൊണ്ടിരും. അങ്ങനെയാണ് ഈ ദൈവസ്നേഹം വളരെ പ്രധാനപ്പെട്ടതാണെന്ന് പറയുമ്പോൾ ഞാൻ വ്യക്തിപരമായിട്ട് വിശ്വസിക്കുകയും വ്യക്തിപരമായിട്ട് ചിന്തിക്കുകയും ചെയ്യുന്ന കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന എന്ന് വെച്ചത് നിന്നെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാനോ. വേറൊരു വാക്കിൽ പറഞ്ഞാൽ ഞാൻ എന്നെ സ്നേഹിക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന. അപ്പോൾ നിങ്ങൾ ചോദിക്കണ്ട, അച്ഛാ അത് ബൈബിളിന് വിരുദ്ധമല്ലേ? ബൈബിളിന് വിരുദ്ധമൊന്നുമല്ല. ഞാനതൊന്നും കൂടെ എളുപ്പത്തിൽ വ്യാഖ്യാനിച്ചു തരാം. എനിക്ക് എന്നെ ഇഷ്ടപ്പെടണമെങ്കിൽ എന്നെ ഇങ്ങനെ സൃഷ്ടിച്ച് താഴേക്ക് വിട്ട ആളെ ഞാൻ അംഗീകരിക്കാം. എനിക്ക് കുറവുണ്ട്, എനിക്ക് ബലഹീനതകളുണ്ട്, എനിക്ക് ഒരുപാട് കഷ്ടപ്പാടുകളുണ്ട്. ഈ കഷ്ടപ്പാടുകളും കുറവുകളും നിറവുകളും ഒക്കെ ഞാൻ അംഗീകരിച്ചുകൊണ്ട് ഞാൻ എന്നെ സ്നേഹിക്കുമ്പോൾ ഞാൻ പോലും അറിയാതെ എന്നെ സൃഷ്ടിച്ച എൻ്റെ തമ്പുരാൻ സന്തോഷിക്കുക. കാരണം എന്താണ്? അവൻ എന്നെ അംഗീകരിച്ചു. അപ്പോൾ എന്നെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ദൈവത്തെ സ്നേഹിക്കുക എന്നുള്ളത്. അപ്പോൾ ദൈവം പറയും, എടാ ഇനി നീ ഒരു ടെൻഷൻ അടിക്കണം, ഇനി നമുക്ക് പൊളിക്കാം, ഇനി മറ്റുള്ളവരെ സ്നേഹം അത് ഞാൻ ഏറ്റു. അതുകൊണ്ട് എന്നെ സ്നേഹിക്കാൻ പറ്റണം. എനിക്ക് കുറവുണ്ടാവും, എൻ്റെ ശാരീരികമായ ബലഹീനതയുണ്ട്, അതൊക്കെ അംഗീകരിച്ച് എന്നെ സ്നേഹിക്കാനായിട്ട് പറ്റുമ്പോൾ നമ്മളുടെ ജീവിതത്തെ നമ്മളങ്ങോട്ട് ആസ്വദിക്കണമെന്നാണ് പറയുന്നത്. ഞാൻ എപ്പോഴും
അധ്യാപകരെ വളരെ ബഹുമാനിക്കുന്ന കൂട്ടത്തിലാണ്. വേറെ ഒന്നുമല്ല, ഈ അധ്യാപക വൃത്തി എന്ന് പറയുന്നത് അത് ഒരു ദൈവത്തിൻ്റെ വിളിയാണെന്ന് പറയും. അത് നിങ്ങൾ തിരിച്ചറിഞ്ഞാലും തിരിച്ചറിഞ്ഞില്ലെങ്കിൽ എന്നെപ്പോഴും നമ്മുടെ മനസ്സിലെപ്പോഴും ഉണ്ടാവേണ്ട ഒരു കാര്യം, ടീച്ചിങ് ഈസ് എ ഡിവൈൻ കോൾ. പ്രിയമുള്ളവരെ, ഇതൊരു ദൈവവിളിയാണെന്നാണ് പറയുന്നത്. ആ ദൈവവിളിയെ ഞാൻ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എ റയർ ബ്ലെൻഡ് ഓഫ് 3, ഒരു അനിതര സാധാരണമായ 3 യാഥാർത്ഥ്യങ്ങളുടെ ഒരു കൂട്ട് ആണ് അധ്യാപകൻ എന്ന് പറയും. അതിന് ഞാൻ പറയുന്നതാണ്, ആദ്യത്തേത് നമുക്കവർക്കും അറിയാം, ടീച്ചിങ്. രണ്ടാമത്തേത് ലീഡിങ്. മൂന്നാമത്തേത് മെൻറ്ററിങ്. ടീച്ചിങ്, ലീഡിങ് ആൻഡ് മെൻറ്ററിങ്. അപ്പോൾ വെറുതെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് വന്നതല്ല നമ്മൾ, അല്ലേ? പഠിപ്പിക്കാൻ ആർക്കും പറ്റും. പഠനത്തിലൂടെ ആ കുഞ്ഞിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കയറാനായിട്ട് പറ്റും. പ്രിയമുള്ളവരെ, അധ്യാപക അല്ലെങ്കിൽ അധ്യാപകൻ എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ചല്ല, എനിക്ക് എൻ്റെ സ്കൂളിലെ സ്ഥാനം എന്ന് പറയുന്നത് ഇവിടെ. സാധാരണ ഒരു സ്കൂളിൽ ഫ്രണ്ടിൽ എത്ര പേരായിരിക്കാം? സാധാരണ സ്കൂളിൽ മുമ്പത്തെ മറ്റേ അങ്ങാട് തിരിയുമ്പോൾ ഇങ്ങാട് ചായണ ബെഞ്ചില്ലേ, ആ ബെഞ്ചിൽ നമുക്ക് അല്ല, ആ ബെഞ്ചിലിരുന്നവരായിരിക്കുള്ളൂ ഭൂരിഭാഗം പേര്. ഇന്നപ്പോൾ കുഷ്യനൊക്കെ ഉണ്ട്, പക്ഷെ ഒരു സുഖം ഉണ്ടാവില്ല. ഒന്ന് തിക്കി പറഞ്ഞതിന് താഴ്ത്തി ടൈം ഒരു സന്തോഷമായിരിക്കും. അപ്പം ആ ഒരു പൊസിഷനിൽ ഞാനിരിക്കുന്നത്, എൻ്റെ സ്ഥാനം എപ്പോഴും ഈ ടീച്ചർ ഇരിക്കണം 3-ാമത്തെ സ്ഥലത്തായിരിക്കും. 3-ാമത്തെ സ്ഥലത്തെന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, ഈ ഫ്രണ്ടിലിരിക്കണവൻ വലിയ കുഴപ്പമില്ലാത്തവനാണെന്നൊരു ധാരണ ടീച്ചറിനുണ്ടാവും. അതുകൊണ്ട് അത് വരുത്തുക എന്നുള്ളതാണ്. അപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കില്ല പകുതി. കാരണം എന്താണ്? ഫ്രണ്ടിൽ ഓക്കെയാണ്. പിന്നൊരു പ്രത്യേകത എന്നുള്ളതെന്ന് വെച്ചാൽ ചോദ്യങ്ങൾ, കട്ടിയുള്ള ചോദ്യങ്ങളൊന്നും വരില്ല. ആദ്യത്തെ ചോദ്യങ്ങളൊക്കെ അറിയാം, നമുക്ക് എളുപ്പമായിരിക്കും. പക്ഷെ ചില മെനക്കെട്ട ടീച്ചേഴ്സ് ബാക്കിൽ നിന്ന് തുടങ്ങും. അപ്പം നമുക്ക് ഉള്ളിൽ ഒരു പെടപ്പാണ്. അങ്ങനെ ഒരു ദിവസം ഇതുപോലെ ഒരു സാധനം വന്നിട്ട് ബാക്കിൽ നിന്ന് തുടങ്ങിയേക്കാണ്. ദൈവമേ, പണിപാളി. മാരകമായ ചോദ്യങ്ങൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ അടുത്ത് ഒരു ആൻറ്റിക്കുട്ടൻ എന്നുകൊണ്ട് ഒരുത്തനുണ്ട്. ചോദ്യം എത്താൻ 2-3 പേരുടെ കുട്ടികളുടെ വ്യത്യാസമുള്ളൂ. ഇവ വാഴ വെട്ടിയിട്ട് പോലെ അത് കിടക്കണം നിലത്ത്. അപ്പം ഞാൻ ദൈവമേ, ഒടുക്കത്തെ അഭിനയമുള്ളവെന്ന് പറഞ്ഞു. അപ്പം തന്നെ ടീച്ചർ, പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ടീച്ചർ പറഞ്ഞ ഡയലോഗ് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ആ സാധനത്തിനെ കൊണ്ടുപോയി സ്റ്റാഫ് റൂമിലിട്ടേന്നു. അതായത് ഉപയോഗിച്ച ഭാഷയുണ്ട്, ആ സാധനത്തിനെ കൊണ്ടുപോയി സ്റ്റാഫ് റൂമിലിട്ടേക്കാം. നമുക്ക് സന്തോഷമായി. എന്താണ്? അടുത്ത ചോദ്യം നമ്മുടെ അടുത്താണ്. നമ്മൾ അങ്ങനെ തന്നെ പൊക്കിയെടുത്ത് ഞാൻ വേണ്ട, ആരും പിടിക്കണ്ട, ഞാൻ തന്നെ എടുത്തുകൊണ്ടുപോയി. തൊട്ടപ്പുറത്താണ് സ്റ്റാഫ് റൂം. പക്ഷേ നമ്മളൊരു എറണാകുളത്തോണം ഫീലായിരുന്നു. നമ്മളവിടെ കൊണ്ടുപോയി അവനൊന്ന് വീശിയൊക്കെ കൊടുത്ത് കുറച്ച് കഴിഞ്ഞ് ഒരു 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തിരിച്ചു വന്നിട്ട് പറഞ്ഞു, ടീച്ചറെ അവനോട് കിടക്കണം. ഓക്കെ, കയറിയിരുന്നോ, നമ്മൾ നല്ല കുട്ടി, ചോദ്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ മനസ്സിലാക്കണത്. അത് കഴിഞ്ഞിട്ട് ഈ ടീച്ചർ ക്ലാസ് കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചു. ഇപ്പം ദൈവമേ പെട്ട്, മറ്റേ ചോദ്യം ചോദിക്കാനായിരുന്നു വിചാരിച്ചു, പക്ഷെ ചോദ്യം ചോദിക്കാനായിരുന്നില്ല. എന്നെ വിളിച്ചിട്ട് അന്ന് ഇത് ഏതാണ്ട് ഒരു 87 കാലഘട്ടത്തിൽ നടക്കുന്നതാണ്. എൻ്റെ അടുത്ത് 1 രൂപ തന്നു. 1 രൂപ 2 രൂപ തന്നു. ഇത് പറഞ്ഞു, എടാ 2 സവാളോടെയും ഒരു സർവത്ത് മേടിച്ചിട്ട് വരാം. 2 സവാളോടെ ഒരു സർവത്ത് കിട്ടാൻ സാധ്യതയില്ല, പക്ഷേ 2 സവാളോടെ ഉണ്ട്. അപ്പോൾ ഒരു സാധ്യതയുണ്ട് എനിക്ക്. അങ്ങനെ ആ പ്രതീക്ഷയിൽ ഞാനൊരു സർവത്തും സവാളോടെയും വാങ്ങിക്കാൻ പോയി. വാങ്ങിച്ച് തിരിച്ചു വന്നപ്പോൾ ഈ ടീച്ചർ എന്നെ നേരത്തെ ഞാൻ ചിന്തിച്ചതുപോലെ തന്നെ ഒരു സവാളോടെ നമുക്ക് വന്നു. സർവത്ത് കിട്ടിയില്ല കേട്ടോ, എൻ്റെ സങ്കടം ഇപ്പോഴും ഉണ്ട്. ആ സർവത്ത് നിലത്ത് വെട്ടിയിട്ട വാഴ പോലെ വീണ ഈ അവനോട് കൊടുക്കാം. ഈ സർബത്ത് കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഈ സവാള വട അവൻ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ടീച്ചറുടെ ആദ്യത്തെ ചോദ്യം, നീ ഇന്നലെ വല്ലതും കഴിച്ചായിരുന്ന? ഇന്ന് രാവിലെ എന്തെങ്കിലും കഴിച്ചോന്നല്ല കേട്ടോ ചോദിച്ചു. നീ ഇന്നലെ എന്തെങ്കിലും കഴിച്ചായിരുന്നു? അവൻ പറഞ്ഞു, ഇല്ല ടീച്ചറെ, കഴിച്ചില്ല. പ്രിയമുള്ളവരെ, ടീച്ചർ ഉപയോഗിച്ച വാക്കുണ്ട്. ഞങ്ങൾക്ക് ഇപ്പോഴും ടീച്ചർ ചിലപ്പോൾ തെറിയൊക്കെ വിളിക്കും ഞങ്ങളുടെ ക്ലാസ്. നീ ഏത്, പക്ഷെ ഞങ്ങൾക്കൊരു വിഷയമില്ല. കാരണം അത്രയും ഞങ്ങളെ, അതായത് ക്ലാസ്സിൽ വെച്ച് മനസ്സിനെ എന്തുമാത്രം വേദനിപ്പിക്കുന്ന വാക്കുകൾ ഉപയോഗിച്ചാലും ആ ക്ലാസ് റൂമിൽ നിന്ന് പോകുന്നതിന് മുമ്പ് ടീച്ചർ അവനെ തോളത്ത് തട്ടി അവനെ ഇങ്ങനെ ചങ്കോട് ചേർത്ത് വയ്ക്കുന്ന ഒരു പ്രകൃതമുള്ളത് കൊണ്ട് ടീച്ചർക്ക് ഞങ്ങളുടെ അടുത്ത് അമ്മാതിരി സ്വാതന്ത്ര്യം ഉണ്ടായി. എന്തു വേണമെങ്കിലും ഞങ്ങളെ വിളിക്കാൻ, ഞങ്ങൾക്കൊരു വിഷയം ഓർന്നില്ല. പ്രിയമുള്ളവരെ, നമ്മൾ ചിലപ്പോൾ ചില വാക്കുകൾ ഉപയോഗിക്കാൻ മടിക്കും. ചിലപ്പോൾ ചില കാര്യങ്ങൾ നമ്മുടെ മക്കളുടെ മുമ്പിൽ, കുട്ടികളുടെ മുമ്പിൽ ചെയ്യാനൊന്ന് അമാന്തിക്കും. പ്രിയമുള്ളവരെ, അങ്ങനെയുള്ള നിങ്ങളോട് എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, ഈ ടീച്ചർ ഒരു വ്യതിരിക്തമായ ഉദാഹരണം എന്ന് പറഞ്ഞുകൊണ്ട് നാളെ പോയി തെറി പറയണമെന്നല്ല കേട്ടോ പറഞ്ഞു. നിങ്ങൾക്ക് എന്തും പറയാം.
അങ്ങനെ പറഞ്ഞ് ആ കുട്ടി എൻ്റെ കൺമുമ്പിൽ നിന്ന് പോകുന്നതിന് മുമ്പ് എന്നിലൂടെ ആ കുഞ്ഞിന് എന്തെങ്കിലും മുറിവേൽക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ മുറിവ് വളരെ സിമ്പിളായിട്ട് ഞാൻ സുഖപ്പെടുത്തി അവനെ വീട്ടിലേക്ക് പറഞ്ഞു വിടും എന്നൊരു ഉറപ്പ് നിങ്ങൾക്കുണ്ടെങ്കിൽ ക്ലാസ് റൂമിൽ എന്ത് ഭാഷയും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്.